കർത്തൃനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. റോമൻ അധിപനായിരുന്ന നീറോയെപ്പോലെ ക്രൂരതയുടെ പര്യായമായിരുന്നു ജർമ്മനിയിലെ ഹിറ്റ്ലർ. ജാതിവെറി മൂത്ത ഹിറ്റ്ലർ തന്നെ 60 ലക്ഷത്തോളം യഹൂദന്മാരെ കൊന്നൊടുക്കിയത് വിസ്മരിപ്പാനാവില്ല. ഹിറ്റ്ലറുടെ ബാല്യകാലം തിക്താനുഭവങ്ങളാൽ നിറഞ്ഞതായിരുന്നു. മാതാപിതാക്കൾ തമ്മിൽ ദിനേന വഴക്ക്. തനിക്ക് 5 വയസ്സുള്ളപ്പോൾ അമ്മ തന്നെ വിട്ടുപോയെന്ന് പറയുന്നു. പിതാവാണെങ്കിൽ അയാളെ വളർത്തിയത് ചാട്ടവാറ് കൊണ്ടടിച്ചും മരത്തിൽ കെട്ടിയിട്ട് തല്ലിയുമായിരുന്നു. ക്രൂരത കണ്ട് വളർന്ന ഹിറ്റ്ലർ ആദ്യം പകരം വീട്ടാൻ ഉറച്ചത് പിതാവിനോടായിരുന്നു. വേദപുസ്തകമായ ബൈബിൾ പറയുന്നു, പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം. എത്ര കൃത്യതയാണ് കർത്തൃദാസൻ്റെ വാക്കുകൾ! ഇന്ന് പലയിടത്തും പണത്തിന് പഞ്ഞമില്ല. മക്കളെ സ്നേഹിപ്പാനാണ് സമയമില്ലാത്തത്. പിതാക്കന്മാർ ചെയ്യേണ്ടതായ 3 കാര്യങ്ങളാണ് വാക്യത്തിലുള്ളത്. 1. മക്കളെ കോപിപ്പിക്കരുത്, അഥവാ അവരിൽ കോപം ഉളവാക്കരുത്. സ്നേഹത്തോടെയുള്ള സമീപനത്തിൻ്റെ സവിശേഷതയാണിത്. 2. കർത്താവിൻ്റെ ബാലശിക്ഷയിൽ പോറ്റി വളർത്തണം. കർത്താവിൻ്റെ ശിക്ഷണത്തിലാണ് മക്കൾ പോറ്റി വളർത്തപ്പെടേണ്ടത്. 3. പത്യോപദേശത്തിൽ പോറ്റി വളർത്തണം. ശരിയായ ഉപദേശം മക്കൾക്ക് പകർന്നു നൽകണം. സദൃശവാക്യങ്ങൾ 22-ാം അധ്യായം 6-ാം വാക്യം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. പ്രിയരെ, ദൈവവചനപ്രകാരം കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഇടത്ത് കർത്തൃനാമം മഹത്വപ്പെടും. മാത്രമല്ല, ആത്മീയ സന്തോഷം അനുഭവിക്കുകയും ചെയ്യാം.